എൻ്റെ ശരി മറ്റുള്ളവർക്ക് ശരിയായിക്കൊള്ളണം എന്നില്ല. എല്ലാവരുടെ ശരികളും ഡിഫറെൻ്റ് ആണ്. കാരണം ഞാൻ കാണുന്ന കാഴ്ചകൾ, എൻ്റെ ടേസ്റ്റ്, എൻ്റെ അറിവ്, ഞാൻ സഞ്ചരിച്ച വഴികൾ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതേ രീതി മറ്റുള്ളവരതും ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എൻ്റെ ശരിയാണ് ശരികൾ, ഞാൻ അറിഞ്ഞ അതാണ് ശരി എന്നൊന്നും ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ ശരീനെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചില ആളുകളുണ്ടല്ലേ, നമ്മളടുത്ത് നീ ചെയ്തത് അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് വരുന്ന ആളുകളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ശരികൾ അത് നമ്മളെ ശരികളാണ്. ഇനി മറ്റൊരാളത് ശരിയല്ല എന്ന് പറയുമ്പോൾ തെറ്റുകൾ നമ്മൾ തിരുത്തണം. നമ്മളെ അതിനാണ് പഠിച്ചവന് നമുക്ക് ബുദ്ധിയും വിവേകവും തന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു കോമൺ സെൻസിൽ അത് ശരിയല്ല, തെറ്റാണ് എന്നുണ്ടെങ്കിൽ, വലിയ തെറ്റുകളാണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, മാറ്റാൻ ശ്രമിക്കണം. അല്ലാതെ ചില ആളുകൾ നമ്മളോട് നിർബന്ധിച്ചിട്ട് നമ്മളടുത്ത് അതങ്ങനെയല്ല, ശരിയായിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. കാരണം അവർ മനസ്സിലാക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും രീതികൾ പല രീതിയിൽ, ഓരോരുത്തരും ഓരോ സെൻസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരെ ശരി നമ്മളെ ശരിയായിക്കൊള്ളണം എന്നില്ല. ഇപ്പം ഞാനിവിടെ ഇരുന്ന് കൊണ്ട് തന്നെ നിങ്ങളടുത്ത് പറയുകയാണ്, ഇതെൻ്റെ റൈറ്റ് ഹാൻഡാണ്, ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ് അല്ലേ. പക്ഷെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ട് ഇത് നോക്കുമ്പോൾ നിങ്ങളെ റൈറ്റ് ഹാൻഡ് ഇതാണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. പക്ഷെ നിങ്ങളതിനെ നിങ്ങളതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വേറെ ആരെങ്കിലും നമ്മളെ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ നിൽക്കുക. നമ്മളെ ശരികളാണ്, നമ്മൾ മനസ്സിലാക്കിയ രീതികൾ ശരിയല്ലേ എന്നുള്ള കൺഫ്യൂഷനിലൊന്നും ആരും നിൽക്കേണ്ട. പല ആളുകളും നമ്മളെ തളർത്താൻ നിൽക്കും, നമ്മളെ ശരികളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊന്നും ആരും തളരാതെ നിൽക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതി, നമ്മൾ മനുഷ്യന്മാർ പല ആളുകളെ മെൻറ്റാലിറ്റിയും പല രീതിയിലാണ്. അത് വെച്ചിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, അതിനെ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു കാര്യത്തിൽ വെറുതെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല. നമ്മളതിനെ പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു കോൺഫിഡൻ്റ് ഇല്ല എന്നുള്ളത്. ഈ കോൺഫിഡൻറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു കാര്യം കൂടെയാണ് ഇത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു സ്കാർഫ് ഞാൻ റോൾ ചെയ്തത്, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇത് റോൾ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തളർത്താൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്, ഞാൻ കണ്ണാടീൻ്റെ മുന്നിൽ നോക്കി എൻ്റെ ഒരു കോൺഫിഡൻറ്റിന് ഇതെനിക്ക് മാച്ചാണ് അല്ലെങ്കിൽ എൻ്റെ ഫേസിന് ഇത് മാച്ചാണ് എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് ഇതിലെ. അപ്പോൾ അത് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. അതെന്ത് ചെയ്യണം, അത് എൻ്റെ മനസ്സിൽ എനിക്ക് കോൺഫിഡൻറ്റ്. ഇനി ആരെന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടാവണം, ഇത് ശരിയാണ്, ഇത് എനിക്ക് മാച്ചാണ് എന്നുള്ളത്. ആ മറ്റൊരാൾ വന്നിട്ട് അത് ഇങ്ങനെയല്ല കേട്ടോ, ഇത് രസമില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിന് തളരാതിരിക്കുക. ചെറിയൊരു ഉദാഹരണമായിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളെന്ത് മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഐഡിയക്ക് ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ആക്കിയിട്ടുള്ളൊരു കാര്യം അത് സക്സസ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് വേറൊരാൾ വന്നിട്ട് അതിനെ തളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളരാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അത് ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മളത് സ്വീകരിക്കണം. അറിവ് നമുക്ക് എല്ലാവരുടെ അടുത്തു നിന്ന് കിട്ടും. അത് ചെറിയോലാണെങ്കിലും ശരി, വലിയോലാണെങ്കിലും ശരി, ഒരുപാട് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അറിവ് നമുക്ക് ആരെടുത്തു നിന്നും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ചില അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അത് നമ്മൾ സ്വീകരിക്കണം. അതല്ല ഞാനിവിടെ പറഞ്ഞത് എല്ലാം നിഷേധിക്കണം. പക്ഷേ നമ്മൾക്ക് കോൺഫിഡൻ്റ് ഉള്ള ശരികൾ നമ്മളത് ശരിയായിട്ട് തന്നെ ആര് തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും തളരാതിരിക്കുക. സെൽഫ് കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.